steps. വീട്ടിൽ പോയിട്ട് ആരും ആ സ്വഭാവം പാടില്ല. You want to come, let's come. I don't count, you could come. Enough? Okay. Now we have a contract. ഒരാൾ പറഞ്ഞ പോയിന്റ് വേറെ ആൾ ശ്രദ്ധിക്കും. You don't have to tell that point. 2 points or 1 point is or what resolution you have made. That's it. You could sit down there or go back. Sit down there. But it's going to be on YouTube. Be very specific. Speak clear. Few points. 1 or 2 points. What resolution made? How this class was useful for you? That's what you should share. ഒരാൾ പറഞ്ഞ പോയിന്റ്സ് വേറെ ആൾ പറയും. You should have new points. ആ കാര്യം പറയാം. From today onwards, I will Introduce yourself. Which course you are? My name is Tina. I am doing PhD Forestry. I am a third-year student. I usually utilize my whole time from this moment onwards. എൻ്റെ പേര് ഹെന്ന, PhD Forestry. ഇയാള് രണ്ടാമത്തെ സീറ്റില് രണ്ടാമതായി. വാക്കിനേക്കാൾ കൂടുതൽ ഈ യൂട്ടിൽ സാറ് പറഞ്ഞ കുറേ വാക്കുകളാണ് അങ്ങനെ പുതിയ വേർഡ് തീരുമാനം അത് കേൾക്കാം. Always you carry this either in your pocket or bag. In that you will see a collection of small chips. That's slower. This is why I said I make notes. That's not all. Fine. എപ്പോൾ സമയത്തേക്കോ എപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ വളരെ ഒരു ശ്ലോകം എടുത്ത് പഠിക്കും. It doesn't come overnight. ഒരു മലയുടെ മുകളിൽ കയറണമെങ്കിൽ എത്ര സ്റ്റെപ്പ് വെക്കണം? കുറേ സ്റ്റെപ്പ് വെക്കണം. കയറണം വിചാരിച്ചുകൊണ്ടിരുന്ന മലയുടെ മുകളിൽ വന്നു എന്ത് ചെയ്യണം? Start walking. That's it. There are a lot of slokas which agriculture, management, അത് മാത്രം എടുത്തിട്ട് വേണമെങ്കിൽ പറയാം. In each subject which you are learning, a lot of traditional Indian knowledge which can be shared, but it takes hours to do. എങ്ങനെ ചെടികൾ നടണം, എത്ര ഡിസ്റ്റൻസ് വേണം, ഏത് ഭാഗത്ത് നിന്നെടുത്തുള്ള ചെടി ഏത് ഭാഗത്ത് ഗ്രാഫ്റ്റ് ചെയ്താൽ എങ്ങനെ നിങ്ങൾക്ക് പുതിയ സാധനം ഗ്രാഫ്റ്റ് ചെയ്താൽ ഉണ്ടാക്കാം, ബഡ്ഡിങ് എങ്ങനെ ചെയ്യണം, ഒരു വിത്ത് മുളപ്പിക്കണമെങ്കിൽ ഏത് സിറ്റുവേഷനിൽ വെക്കണം, ഇതൊന്നും എന്റേതല്ല. പണ്ട് കാലത്ത് ഭാരതീയ ശാസ്ത്രത്തിൽ വൃക്ഷായുർവേദം, ആയുർവേദത്തിൽ വൃക്ഷായുർവേദം, ആ വൃക്ഷായുർവേദത്തിലുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടുള്ളതാണ്. നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. PhD Forestry തേർഡ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഏറ്റവും ഫ്രണ്ട്സ് സാർ അവസാനം ഹൈക്കോടതി എന്ന പ്രോഗ്രാമിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അനാഥരായ കുട്ടികൾക്കും പിന്നെ സമൂഹത്തിന് മോശം ചെയ്തിരിക്കുന്ന കുട്ടികളെയും അവരെ പഠിപ്പിച്ച് അവർക്ക് വേണ്ടി സ്കൂൾ തുടങ്ങുന്ന ഈ എല്ലാ പ്രൊഫഷണലും കുഴപ്പമെന്നറിയും. പോലീസിന്റെ വിചാരം കുറെ കള്ളന്മാരുണ്ടാവും, ഇതിലെ അവർക്ക് പണിയുണ്ട്. ഡോക്ടർമാരുടെ വിചാരം എന്താ? രോഗികളുണ്ടാവും. അഡ്വക്കേറ്റിന്റെ വിചാരം എന്താ? അങ്ങനെ വിചാരിക്കാത്ത ഒരു പ്രൊഫഷനുള്ള ലോകത്ത് എല്ലാവരും നന്നാവണം. അതാണ് ടീച്ചേഴ്സിന്റെ വിചാരം നിങ്ങൾക്ക് വിവരില്ലാണ്ടിരിക്കണേ. ഞാൻ ക്ലാസ് എടുക്കാൻ പറ്റുമോ? സമാധാനം
കള്ളമായി എല്ലാവരും നന്നാണെന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ വിചാരിച്ചിരുന്നു BSc കഴിഞ്ഞ് ഇറങ്ങി തന്നെ അപ്പൊ തന്നെ നമുക്ക് സമുദ്ര ഇറങ്ങാനും പ്രവർത്തിക്കാനൊക്കെ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ പറയായിരുന്നു ഉള്ളത് തന്നെ കെട്ടിച്ചു വിട്ടിട്ടെങ്കിലും പ്രശ്നം അതറിയാം. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല പൊസിഷൻ വേണം, പൈസ കൊണ്ട് നമ്മൾ പറയും. പക്ഷെ എനിക്കത് ഇത്രയും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സാറ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞില്ല. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെ ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിന് അവരുടെ ക്യാപബിലിറ്റീസ് ഉള്ള കാരണമാണ്. അപ്പോൾ ഒരു നല്ല പൊസിഷൻ എത്തുന്നു. കുറെ കാശുണ്ടാകും. കാശ് നല്ല രീതിക്ക് ഉപയോഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സാറിന്റെ ക്ലാസ് എൻ്റെ കാര്യം ഇൻസ്പയറിംഗ് ആയിരുന്നു. താങ്ക് യു സാർ. Good afternoon. My name is Sarvesh Gaur and I am from CCB College. I am doing MBA first year. And ഏതായിരുന്നു ഗ്രാജുവേഷൻ? BBA. എവിടെയായിരുന്നു? NSS College Namma. ബ്രഹ്മാർ. So I thank this opportunity that Srishti gave us. He deserves. I am here because of him. And from this session, I got something valuable in my life and how to prepare before everything. If we are doing something, we have to be prepared. Before attending a class and after having a class and before doing something in life, we have to be prepared. And it will help us. And I'll be happy and I will do my best for the society. എൻ്റെ പേര് അരവിന്ദ്. ഞാൻ ഫസ്റ്റ് ഇയർ MBA സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ അതിനെ ശ്രദ്ധിച്ച കാര്യം, നമുക്ക് എന്ത് ചെയ്യുന്നോ അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നമ്മൾ എന്ത് കൊടുക്കുന്നോ നമുക്ക് തിരിച്ചു കിട്ടുന്നു. അതായത് താണ്ടാണ് ചിലപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ താഴെ അനുഭവിച്ചു കിട്ടുന്നേ ഉള്ളൂ. എൻ്റെ അച്ഛനാണ് സ്ഥിരം പറയുന്ന കാര്യം. പക്ഷേ അത് എവിടെ എടുക്കുന്നൊന്നും എനിക്കറിയില്ല. അതെന്നെ അന്ന് നല്ലപോലെ എനിക്ക് മാറ്റമെന്ന് തോന്നുന്നു. കറക്റ്റ് കിട്ടാ എന്ത് പറയണമെന്ന് കുറേ ശ്രമിക്കുന്നു. പക്ഷേ ഇനിയും വെറും ഒരു ഹ്യൂമൻ ബീങ് ആവണം. ഹ്യൂമൻ സ്ട്രൈക്ക് അത് മരിച്ചു കഴിയുമ്പോൾ ഉദാഹരണം പറഞ്ഞു. അപ്പം എല്ലാവരും പറയുന്നത് ആഗ്രഹം സൊസൈറ്റിയെ സെർവ് ചെയ്യണം എങ്ങനെയൊക്കെ പറയും. പക്ഷേ അതിൻ്റെ ഒരു മൂല്യം വർഷത്തിൽ സെർവ് സൊസൈറ്റി അതിൻ്റെ ആൻസർ എനിക്ക് എവിടെയോ കിട്ടിയ പോലെ ചെയ്യണം. The one that strikes me is that I'm a leader from millions of firms. So I think I can surely succeed in it. Very good. എൻ്റെ പേര് അനസൂയ സെബാസ്റ്റ്യൻ. ഏതോ ഒരു പുരാണ കഥയിലെ ഒരാളാണ് ഈ അനസൂയ. ആണോ? അനന്തരവിധ ഭുജങ്ങളും മനോഹരാതിലോട്ടവും തരംഗങ്ങളും കവിതരിക്കുളങ്ങളോടുതൽ ഉണക്ക കപ്പിതങ്ങളെ കണക്കുകൊടുത്തുള്ള BSc സ്റ്റുഡൻ്റാണ്, അഗ്രികൾച്ചർ. ഇവിടെ 10 പേരോടൊപ്പം കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചത് അത് ഈ ക്ലാസ്സിൻ്റെ കാരണമാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ആദ്യം ആ ഒറ്റ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാനുള്ളതാണ്. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. 6 ക്വാളിറ്റീസാണ് ഒരു ക്വാളിറ്റി. എന്ത് ചെയ്യണമെങ്കിലും 6 ക്വാളിറ്റീസ് വേണം. ഉദ്യമം, പ്ലാനിങ്. ആദ്യം തോന്നണം എനിക്ക് പോകണം. അങ്ങനെ തോന്നുന്നവർ കുറേ ഉണ്ട് ഇതിനകത്ത്.
അതെനിക്കറിയാം, മുഖം നോക്കിയാൽ പറയാം ആരൊക്കെയാന്ന് കൃത്യമായിട്ട് പറയാം. പക്ഷെ ഇത് വരണമെങ്കിൽ ഉദ്യമം മാത്രം പോരാ, എന്ത് വേണം? സാഹസം. ഒരു സാഹസം വേണം. ആ സാഹസം ചെയ്യണമെങ്കിൽ 3 ക്വാളിറ്റീസ് വേണം. അതാണ് അടുത്ത 3 ക്വാളിറ്റീസ്. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യമില്ല, ഇല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മനസ്സിലായോ? ധൈര്യം, ബുദ്ധി, ശക്തി. ഉദ്യമം, സാഹസം, ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി. പിന്നെ പരാക്രമം. എന്താ പരാക്രമം അറിയാം? അനസൂയ പോകാൻ വേണ്ടി എഴുതിയേക്കും അനസൂയന്റെ അടുത്തുള്ളവർ പോകണ്ടാടി ഇങ്ങനെ പിടിക്കുമോ? കുറേ പിള്ളേരുണ്ട് ഉണ്ടല്ലോ, നല്ല കമ്പനിയാണ് പോകണ്ടാടി. അങ്ങനെ അനസൂയ പറയും നമുക്ക് പോവാം. അങ്ങനെ ആരെങ്കിലും അനസൂയ പിടിച്ചിരിക്കുക ഒരടി കൊടുക്കാൻ ഞാൻ പോവാൻ തീരുമാനിച്ചപ്പോ നീ ആരടി എന്നെ നിർത്താൻ? മനസ്സിലായോ? ആ ക്വാളിറ്റി അടിച്ചു തെറിപ്പിക്കുന്ന സ്വഭാവം, അതിന്റെ പേരാണ് സംസ്കൃതത്തിൽ എന്ത്? പരാക്രമം. മലയാളത്തിലല്ല, സംസ്കൃതത്തിലാണ്. അപ്പൊ ഈ ക്വാളിറ്റി ഉണ്ടായാലേ നിങ്ങളൊരു കാര്യം ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് വരുമ്പോ അച്ഛനും അമ്മയും പറയും വേണ്ട മോളെ, എനിക്കെന്തോ ഹയർ സ്റ്റഡീസിൽ ഇന്ന സ്ഥലത്ത് പോകണം. വേണ്ട മോളെ, കുറേ ദൂരല്ലേ, അതുകൊണ്ട് ആ കോളേജ് നമ്മുടെ വീട്ടിനടുത്ത് വരുന്ന ഞാനിപ്പോ എന്റെ ഒരു 200 വർഷം പഴക്കമുള്ള ഒരു വീട് കണ്ണൂർ. അവിടെ ക്യാമ്പ് നടത്തണം. അടുത്ത ക്യാമ്പ് 23, 29. ആ ക്യാമ്പിൽ ആരെങ്കിലും വരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുമോ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ അബദ്ധവശാൽ എന്നെ വിളിച്ചോണ്ടിരിക്കുക, എന്തെങ്കിലും കുറച്ചും കൂടി പഠിക്കണം, സാറിന് പഠിക്കണം. ഞാൻ പറയുന്ന ക്യാമ്പിൽ വന്നു, സാറിന് ഇന്ത്യ നടന്ന കണ്ടു. എന്നാ വേണം, തൃശ്ശൂരാണ് എന്താ കാരണം? നമുക്കിത് ഒരു ചാലഞ്ച് എടുക്കാൻ തയ്യാറുള്ളതാണെന്ന് നോക്കാം. ആ സ്വഭാവത്തെ എന്ന് പറയാം പരാക്രമം. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. ഷഹേദേ എത്ര വർത്തന്റെ, എവിടെയാണോ ഈ 6 ക്വാളിറ്റീസ് ഉള്ളത്, ദൈവം തത്ര പ്രകാശേ, അവിടെ ഭഗവാൻ പിന്നാലെ വരും. നമ്മൾ ഭഗവാന്റെ പിന്നാലെ പോകണ്ട, ഭഗവാൻ നമ്മുടെ പിന്നാലെ വരും. അങ്ങനെ ആയാലേ ആക്ഷൻ തുടങ്ങുള്ളൂ ഫാസ്റ്റ് ആയിട്ട്. സാറ്റർഡേ കണ്ട സമയത്ത് സാർ ഒരു ആൾക്കാരെ വിളിച്ച് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനുള്ള ഒരു പേരിക്കറായി പല പ്രാവശ്യം സാർ കൊണ്ട് സംസാരിക്കുന്നതിനെ കേട്ടു. ഇത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം? ചെയ്തില്ലെങ്കിൽ എന്താ? ഐ ആം എൻജോയിങ് യുവർ സഫറിങ്. ഇതിനുള്ളൊരു ദുർഗതി നിങ്ങൾക്ക് വേണമെന്ന് സാർ തീരുമാനിച്ചു, അനുഭവിച്ചത് തീരും. അതാണ് നേരത്തെ പറഞ്ഞത് താൻ പിന്നെ ഇപ്പോ BSc Agriculture ആണ് ചെയ്യുന്നത്. എനിക്കിന്റെ പുസ്തകമൊന്നുമില്ല, ഇതിൽ ഞാൻ പുസ്തകം എക്സ്പെർട്ട് ആണെന്നു. ഇപ്പൊ ഒരു കൊല്ലം കൂടി കഴിയുമ്പോൾ മനസ്സിലാവും എനിക്ക് സബ്ജക്ട് മനസ്സിലാവില്ല. അടുത്ത കാലത്ത് ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ 3rd ഇയറിൽ കണ്ടു. 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഫിസിക്സ് മനസ്സിലാവുന്നത്. എന്നിട്ട് ഇപ്പൊ കോളേജിൽ BA ഇംഗ്ലീഷ് കയറും. 3 കൊല്ലം ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ BA ഇംഗ്ലീഷ് കയറും. ഞങ്ങളുടെ കോളേജിൽ BA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് BSc ഫിസിക്കലി ആവുന്നെങ്കിൽ ഫിസിക്സ് നന്നായി പോയി. കാരണം ശരിക്കും ഇംഗ്ലീഷ് മനസ്സിലായ സബ്ജക്ട് പഠിക്കാം. ഡിക്ഷണറി എടുത്തിട്ട് ഓരോ വാക്കുകളും പഠിച്ചിട്ട് നല്ല മാർക്ക് മേടിച്ചിട്ടില്ലെങ്കിൽ തന്റെ അഡ്രസ് എനിക്ക് തന്നെ പിടിച്ച് വീട്ടിൽ വന്ന് നേഷന്റെ പൈസ എത്ര കൊടുക്കേണ്ട ട്യൂഷൻ ഫീസ്? 7,000. പഠിപ്പിക്കുന്ന വിഷയത്തിലുള്ള സബ്ജക്റ്റിന്റെ ആകെ പഠിച്ചതിന്റെ മൂല്യം എത്ര അറിയുന്നത്? Must be spending more than 5 lakhs? 25 lakhs per student. Yeah, per student. Per student, no doubt. ഈ ഇൻഫ്രാസ്ട്രക്ചറും ടീച്ചേഴ്സിന് കൊടുക്കുന്ന ശമ്പളവും ക്ലർക്കിന് കൊടുക്കുന്നതും എനിക്ക് തരുന്നതും ഒക്കെ ആയിട്ടുള്ള എല്ലാ വണ്ടി ഓടിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഹോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രാൻസ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടി. അതിൽ ഓരോ കുട്ടിയുടെ തലയിലും ചെലവഴിക്കുന്ന പൈസ ആലോചിച്ചോളാം. നിങ്ങൾ 7,000 rupees കൊടുത്തിട്ട് 4 വർഷത്തേക്ക് 28,000 അല്ലെങ്കിൽ 30,000 or 50,000 you are spending with your including your bus fare, you are spending less than 1 lakh. Government is spending the rest of the money. ഒരു MBBS ഡോക്ടർ ആക്കാൻ വേണ്ടി ഗവൺമെന്റ് കോളേജിൽ ചെലവഴിക്കുന്ന പൈസ
ആവറേജ് 30 to 40, 50, 70 lakhs ആണ്. അതുകൊണ്ടാണ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ചാർജിങ് 70 lakhs. ഇതേ കോഴ്സ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചെയ്തെങ്കിൽ നിങ്ങൾ എത്ര കൊടുക്കണോ അത്രയും കാശ് നിങ്ങളുടെ പേരിൽ ഗവൺമെന്റ് ചെലവഴിക്കുന്നുണ്ട്. ആൻഡ് യു സേ ദാറ്റ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്, എനിക്കൊന്നും മനസ്സിലായില്ല. ഈ അങ്ങാണ്ട് തോറ്റിട്ട് ഈ ഗവൺമെന്റ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാനിപ്പോ പഠിക്കുന്ന കാര്യം കുറച്ചുകൂടി ശ്രദ്ധ കുറച്ചുകൂടി എന്ന് പറയാം. നല്ല പൂർണ്ണ ശ്രദ്ധ. കൂടുതൽ ശ്രദ്ധ ഞാനിപ്പോ എന്തിനാണോ എന്റെ കുറച്ച് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. മാർക്കല്ല. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ലക്ഷക്കണക്കിന് പ്രാവശ്യം വേദങ്ങളിൽ പറഞ്ഞതാണ്. ഓരോ ക്ലാസ് കൊടുക്കുമ്പോഴും ഓരോ ഉപനിഷത്ത് തന്ത്രങ്ങളുടെ ഇടയിലും ഇടക്കിടക്ക് ഗുരുക്കന്മാർ പറയുന്നതാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുണ്ടായാൽ ഏത് ഗുരുക്കനാവുന്നില്ല. പൂർണ്ണമായിട്ടും ഉപയോഗിക്കണം. എന്തിലെങ്കിലും ഒന്നിന് കുറച്ചാളായാലല്ലേ എല്ലാത്തിനും ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് സാറ് പറഞ്ഞു. അപ്പോ എന്റെ കയ്യിലുള്ള ഈ അഗ്രികൾച്ചർ അതെനിക്കൊന്ന് പക്കയാക്കണം. അങ്ങനെ ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് എനിക്കൊന്ന് ഇതിലൊന്നും സ്റ്റാൻഡായി നിന്നാലല്ലേ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പുതിയതായി പഠിക്കണമെങ്കിൽ അപ്പൊ ഇതിൽ ഞാൻ പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. ഇനിയും കോൺസെൻട്രേറ്റ് ചെയ്യും. കൂടുതലായിട്ട് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നന്നായി. എന്റെ പേര് പാർവതി. അഗ്രികൾച്ചർ പാർവതി എവിടെയല്ലേ? ഞാൻ അടുത്തയുടെ അടുത്തായിരുന്നു. ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് ആദ്യം പാർവതി എവിടെയൊക്കെ ഇങ്ങനെ ആക്കണ്ടേ? ഇങ്ങനെ അനുഭവിക്കില്ല. അടുത്തയുടെ അടുത്ത് നന്ദി പറയുന്നത്. കാരണം ഞാൻ അവിടെ പറയാൻ പറഞ്ഞപ്പോ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അടുത്തയുടെ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞത് ശരിയാണോ? അവള് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാൻ പോയ സംഭവമാണ്. കാരണം ഐ വാസ് സീയിങ് ദാറ്റ്. ആക്ച്വലി ഐ കോണ്ടെക്സ്റ്റുവലി ഐ സെഡ് ദിസ്. അത് അതിന് വേണ്ടിയിട്ടൊന്നുമല്ല. നമുക്കൊരു ആള് വേണ്ടി ആണോ അല്ലയോ? എനിക്കൊരു കൂട്ട് വേണ്ട എല്ലാത്തിനും. നമുക്ക് വേണ്ടി മാത്രം നമ്മുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. എക്സ്പെർട്ട് വേണം. പക്ഷെ ബാക്കിയുള്ളവർക്കും നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ആ ഒരു രീതിയിലേക്ക് കുറച്ചും കൂടി എന്തെങ്കിലും അല്ല ഉള്ളൂ പറയും. എൻ്റെ പേര് വനീക, കോളേജ് ഓഫ് ഫോറസ്ട്രി തേർഡ് ഇയർ സ്റ്റുഡൻറ്. എനിക്ക് ഞാനിങ്ങനെ സാധാരണ ഇങ്ങനെ ഒരു ക്രൗഡ് ജോബിൽ ഇങ്ങനെ സംസാരിക്കാൻ ഒരു ധൈര്യം തോന്നിയാൽ ഒറ്റയ്ക്ക് കിട്ടിയാൽ പിടിച്ചു കൊടുക്കും. ഞാൻ മുന്നോട്ട് വരാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തില്ല. തേർഡ് ക്ലാസ് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഇൻഷാ അല്ലാ. ഞാൻ പഠിക്കുന്ന രീതി മാറ്റണം. നന്നായിട്ട് കാണുന്നതിനെ പറ്റി കൂടുതൽ ചിന്തിക്കണം എന്നുണ്ട്. പിന്നെ കാണുന്നതിനെ പറ്റി പിന്നെ പഠിക്കുന്ന രീതി ഒരുപാട് പോയിന്റ് എഴുതുകയും ചെയ്യണം. Good afternoon, everybody. My name is Vishnu. I am first year MBA Education. എനിക്ക് സംരംഭകനാണ് എന്നാണ് Entrepreneurship. ശരിക്ക് entrepreneurship എന്ന് പറയുന്നത് നല്ലൊരു പരിപാടിയാണ്. But you need lot of innovation.
innovations, there is a Innovation Council for India. There is a Honeybee Network, Innovation Council, National Innovation Foundation, that's headed by Mashirka, earlier chemist ആയിരുന്നു, IICTയുടെ Director General of IICT, പൂനെയിലാണ്. There is a lot of funding available for entrepreneurs. വെറും ഒരു സോഫ്റ്റ്വെയർ റിലീസ്, ഞങ്ങളൊരു ഓണ്ടർപ്രണർഷിപ്പ് സെല്ലിന്റെ ഇനോഗ്രേഷൻ പ്രോഗ്രാം I was keynote speaker, one of them was a speaker. അന്ന് ഞങ്ങൾ കണ്ട ഒരു ചെറിയ പയ്യൻ കുറേ ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നിങ്ങളിപ്പോൾ വളരെ ഫേമസ് ആയിട്ട് കാണുന്ന redbus.in എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത്. ഓണ്ടർപ്രണർഷിപ്പിന് കുറെ കാശൊന്നും വേണ്ട, ഐഡിയാസ് ആണ്. ആ സോഫ്റ്റ്വെയർ, ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നതാണ്. മനസ്സിലാവും? എല്ലാ ബസ് ബുക്ക് ചെയ്യുന്നവരും ഓരോ ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്തും ഈ ഗെറ്റ്സ് മണി. ജസ്റ്റ് ബൈ വൺ സോഫ്റ്റ്വെയർ. ഓക്കെ, ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് വിചാരിക്കണോട്ട്. എൻ്റെ സ്റ്റുഡൻസിലെ ഒരു ദിവസം I was teaching them how to invest money on share. But I don't invest money on share because I invest time for teaching. പക്ഷെ ഞാൻ പഠിപ്പിക്കും എങ്ങനെ കാശുണ്ടാക്കും. അടുത്ത കാലത്ത് ഒരു സ്റ്റുഡൻറ്റ് want to come and travel with me and they are ready to travel back. എന്തിനാ ആ 2 മണിക്കൂർ സാറിന് കൂടെ ഫ്ലൈറ്റ് ഇരിക്കാം. Why are you spending 8,000 rupees just to spend 2 hours? Sir, this 8,000 I got it because I sat in your class and invested money. I get thousands of rupees every month because I invest in share market. The trick for investment you want to come. You understood? So making money is very simple in this world. പല മെത്തേഡുകളും, അതിൽ ഏത് മെത്തേഡും ഇന്നോവേഷൻസ് ആണ്. You don't create lot of new things, but you create small changes in what's happening around. Look around, you will see lot of opportunities. What does it? I am really thankful to Jagdish sir and sir for conducting a good session. And I have a difficult you know this as space scientist. I was a space scientist. But you will not be focusing on space. ഞാൻ പഠിപ്പിച്ചതൊക്കെ സ്പേസിനെ കുറിച്ചാണ്, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇത്രയും സമയം പറഞ്ഞതൊക്കെ ഖം എന്നതിനെ കുറിച്ചാണ്. ഖം മീൻസ് സ്പേസ്. സ്പേസിന്റെ സംസ്കൃതം എന്താണ്? ഖം. സുഖം ദുഃഖം എന്നൊക്കെ എന്താ കമ്മി. ഞാൻ പഠിപ്പിച്ചത് സുഖവും ദുഃഖവുമാണോ? അതിൽ ഖമ്മിൽ സു ചേർത്താൽ സുഖമായി, ദു ചേർത്താൽ ദുഃഖമായി. ജീവിതം സുഖവും ദുഃഖവും എങ്ങനെയാവും എന്നാണോ ഞാൻ പഠിപ്പിച്ചത്. അപ്പൊ സ്പേസിനെ കുറിച്ചാണോ പഠിപ്പിച്ചത്? ഹൃദയ കേവലം ബ്രഹ്മ മാത്രം, ഹൃദയത്തിലുള്ള സ്പേസ് മനസ്സെങ്ങനെ നന്നാക്കണം എന്ന് പഠിച്ചാൽ പഠിച്ചു. Otherwise, to speak about space, understand space department people doesn't know anything about space. Astronomy department ആണ് സ്പേസിനെ കുറിച്ച് അറിയാം. സ്പേസ് ഡിപ്പാർട്ട്മെന്റിന് സ്പേസിൽ സാറ്റലൈറ്റ് വെക്കാനേ അറിയൂ. ആ സാറ്റലൈറ്റ് താഴത്തോട്ട് നോക്കുമ്പോൾ ഗ്രൗണ്ടിനെ കുറിച്ചാണ് നോക്കാൻ. നിങ്ങൾ കാണുന്ന ഇൻസാറ്റ് സാറ്റലൈറ്റ് മുകളിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണും ടിവിയും ഒക്കെ വർക്ക് ചെയ്യുന്ന ഗ്രൗണ്ടിലാണ്. അതേ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ബാൻഡ് വിഡ്ത്ത് ആവശ്യമായ സാറ്റലൈറ്റ് മുകളിൽ കൊണ്ടുവയ്ക്കുന്ന ടെക്നോളജിയാണ് സ്പേസ് ടെക്നോളജി. അത് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ചെയ്തു. ബിക്കോസ് ഏതെങ്കിലും സാധനം സ്പേസിൽ ഇട്ടാൽ അത് ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും, ഭൂമിയുടെ അടുത്താണ്. ഭൂമിയിൽ നിന്ന് കുറേ ദൂരെയാണെങ്കിൽ വേറൊരു പ്ലാനറ്റ് മാറും. മനസ്സിലായോ? കാരണം സാറ്റലൈറ്റ് പ്ലാനറ്റുകളൊക്കെ കറങ്ങുന്ന എനർജി ഉപയോഗിച്ചിട്ടുള്ളതാണ് വിത്തൗട്ട്. പക്ഷെ അതിനെ കുറച്ച് മാനോവർ ചെയ്യാനും ടിൽറ്റ് ചെയ്യാനും ഉള്ള സോളാർ പാനൽ വെച്ചിട്ടുള്ള സാറ്റലൈറ്റ്. ദാറ്റ്സ് എ ഡിഫറെന്റ് ക്ലാസ്. അത് പഠിപ്പിക്കാൻ പിന്നെ വേണ്ട, അല്ലെങ്കിൽ എൻ്റെ അടുത്തൊക്കെ അതാണ് എൻ്റെ വിഷയം. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പറയാം. Good afternoon to all. First of all, I would like to my name is Ramesh Pia. I am a first term MBA student. I would like to thank all of you. ഈ ഒരു പരിപാടി ഞങ്ങളെ ക്ഷണിച്ചതിലും അതിനുവേണ്ടി പ്രയത്നിച്ച ഇതിനു മുന്നിലും പുറകിലുമായി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി.
എനിക്ക് പറയാനുള്ളത് സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു ചില കാര്യങ്ങൾ. സാർ ഒരു പോയിന്റ് ഞാൻ 100 പോയിന്റ് പറയുന്നുണ്ട്. സാർ ഒരു പോയിന്റ് പറയാനാണ് പറഞ്ഞത്. അതിൽ ആദ്യത്തെ കാര്യം, whatever you learn, whatever you see, whatever you understand, you should make a short note of all of that. Take notes. Very good. Take notes. And നോട്ട് എഴുതിട്ടാൽ മാത്രം പോരാ, അല്ലെങ്കിൽ കയ്യിൽ വെച്ചാൽ മാത്രം പോരാ. അത് അറിയാത്തവർക്ക്, അതറിയുന്ന അറിവുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക. അതിലൂടെ നമ്മുടെ മാത്രമല്ല, അവരെ മാത്രമല്ല, നമ്മുടെ അറിവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഗേറ്റ് തുറന്നിട്ട് അതേ ചേട്ടന്മാരെ മറ്റൊന്ന്, നമ്മൾ ഈ ഇന്നത്തെ ലോകത്ത് കൂടുതൽ പേരും സെൽഫ് കോൺസെൻട്രേറ്റഡ് ആയി മാറുകയാണ്, അതായത് സ്വാർത്ഥമായി മാറുകയാണ്. അപ്പോൾ സാറ് പറഞ്ഞൂടെ മറ്റുള്ളവരുടെ വേദനയ്ക്കും മറ്റുള്ളവരുടെ കാര്യം കൂടി, ലോകത്തിന്റെ അതായത് നമുക്ക് ചുറ്റുമുള്ളവരുടെ കാര്യം കൂടി നോക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ സുഖം അനുഭവിക്കുന്നത്. നമ്മളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോവാതെ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കും നമ്മുടെ ഒരു കണ്ണുണ്ടാവണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം, പ്ലാനിങ് മാത്രം ഉണ്ടായാൽ പോരാ, അതിനുവേണ്ടി പ്രവർത്തിക്കണം. പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അത് എപ്പോഴും സക്സസ് ആവുകയുള്ളൂ. സക്സസ് ആയത് വരില്ല, പക്ഷേ നിരന്തര പ്രാക്ടീസിലൂടെ നമുക്ക് സക്സസ് നേടിയെടുക്കാം. അതിനുവേണ്ടിയുള്ള മനസ്സിലാണ് നമുക്കുണ്ടാവുന്നത്. പെട്ടെന്ന് ഞാൻ നിർത്തുന്നു. എനിക്ക് തന്നാട്ട് തിരിച്ചു കൊടുക്കണം തോന്നി. I did not reject. I gifted it. ഒന്നുമല്ല, ഇത്രയും നാളെ എത്ര എന്തൊക്കെ പഠിച്ചു, ഒന്നും ആയിട്ടില്ല. പക്ഷേ സ്വന്തം എന്റെ അയ്യപ്പനെ കാണാൻ അല്ല പോട്ടത് ശബരിമലയ്ക്ക്, ശാസ്താവിനെ കാണാൻ. ശബരിമലയിൽ അയ്യപ്പനല്ല ശാസ്താവാണ്. ശാസ്താവും അയ്യപ്പനും വ്യത്യാസം. അയ്യപ്പൻ പണ്ട് ശാസ്താവിനെ കാണാൻ പോയിട്ട് അവിടെ ലയം പ്രാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അവിടെ ശാസ്താവേ ഉള്ളൂ. ആരെയാണ് അയ്യപ്പന്റെ ഏറ്റവും നല്ല യോഗാസനം ഏതാണ്? പട്ടബദ്ധാസനം എന്നാണ്. അയ്യപ്പൻ ഇരുന്നിട്ടുള്ള ഒരു പട്ട കിട്ടിയിട്ട് അതിരിക്കാൻ പറ്റിയാലും ഫിസിക്കലി ഫിറ്റ് ഇരിക്കാത്തായിരുന്നു പണ്ട്. ആസനങ്ങൾ പഠിച്ചു കാണും. 84, 81, 84 പട്ടബദ്ധാസനത്തിൽ തൻസബ്ജക്റ്റിൽ നിന്ന് നിർത്താം. പിന്നെ പഠിക്കേണ്ടതാണ്. പിന്നെ ഫിസിക്കലി അൺഫിറ്റ് ആവില്ല. ഏറ്റവും നല്ല യോഗിയാണ് അയ്യപ്പൻ. അങ്ങനെയുള്ള യോഗിയുള്ള ഒരാളായിരുന്നു ആരെയും ശാസ്താവ്. അതുകൊണ്ടാണ് ലയം പ്രാപിക്കാൻ സാധിച്ചത്. ഇനി ശാസ്താവിന്റെ വാഹനമില്ല, അയ്യപ്പനുള്ളൂ. അയ്യപ്പന്റെ വാഹനം ഇതാ, പുലിയല്ല കുതിരയാണ്. ഒരു പ്രാവശ്യം ബസ്സിൽ കയറുകൊണ്ട് അയാൾ തിരയേണ്ടതാണ് 3 മണിക്കൂർ. ഒരു പ്രാവശ്യം മാത്രം പുലിയുടെ പുറത്ത് പോയിട്ടുള്ളൂ. ശബരിമലയിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചു നോക്കാൻ കുതിരയുടെ പ്രാവശ്യം. എന്റെ ഭഗവാൻ ഈ മാല വിഗ്രഹത്തിന്റെ മുകളിൽ കിടന്നു ഫുൾ നൈറ്റ്. പിറ്റേ ദിവസം രാവിലെ കിട്ടിയില്ല. ഒരു 2 പ്രാവശ്യം കൊടുത്തു. ഓക്കെ, ഇനി ആർക്കെങ്കിലും വരണമെന്ന് തോന്നുന്നുണ്ടോ? പഴയ കണ്ടുപിടിച്ച കടന്നു വരാം അല്ലേ? ഈ പിന്നെ പേന വെക്കുന്നവരൊക്കെ ഉണ്ട്. കടന്നു വരാൻ ലോട്ടറി ടിക്കറ്റ് ഒക്കെ തോന്നുന്നു.
സത്യം അറിയാം. എൻ്റെ പേര് അലീന. ഞാൻ ഫസ്റ്റ് ഇയർ BSc Agriculture. അതാണ് ഇങ്ങനെ മാത്രമായിട്ട് കൂടുതൽ ഞാൻ ഈ മുന്നോട്ട് പോകാൻ എൻ്റെ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ സാറ് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം ഇപ്പോൾ ഒന്നിനെക്കുറിച്ച് ഒത്തിരി അതിനേക്കാളും അപകടം ഒന്നിനെക്കുറിച്ച് വ്യക്തമായിട്ട് അല്പം അറിയുന്നത്. അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് കൂടുതൽ അറിയും, വ്യക്തമായിട്ട് അറിയാനായിട്ട് ഈ മുഴുവൻ good. Share knowledge, learn knowledge. നമ്മൾ പഠിച്ചാൽ വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മാറ്റി വെച്ച് നോക്കുക. ശരിക്കും അറിയോ? അറിയാത്ത കാര്യം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലേ? ശരിക്കും അത് ട്രൈ ചെയ്താണ്. നിങ്ങൾ പഠിച്ചതൊക്കെ വേറെ ആളുകൾ പറയാം. അതാണ് എവിടെ നിന്ന് വീട് അത് ഞാൻ BSc Forestry ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് സാധിച്ച ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ഓരോരുത്തരും 100% നമ്മൾ ഷുവർ ആണോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എത്ര പെർസെൻറ്റേജ് നമ്മൾ ഓരോരുത്തരും ആണെന്നൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ വന്നു. എത്രത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്ര പെർസെൻറ്റേജ് നമ്മൾ മകളാണ്. അമ്മയോട് പോയി ചോദിക്കണം, അമ്മ എത്ര മാർക്ക് തരും. അച്ഛനോട് ചോദിക്കണം എത്ര മാർക്ക് തരും. ശരിക്കും ചെയ്യണം. Then you realize that they don't evaluate you that well. മനസ്സിലായോ? അത് 100 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ചെയ്യണം. അങ്ങനെ ഒരു ചിന്ത എനിക്ക് ആദ്യമായിട്ട് തോന്നിയത്. പിന്നെ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ 10 പേരെ വിളിച്ചപ്പോൾ ബാക്കിയുള്ളവർ എൻ്റെ കൂടെ ബാക്കിയുള്ളവർ വരുന്നുണ്ടോ നോക്കുകയായിരുന്നു ഞാൻ ആദ്യം ചെയ്തത്. എപ്പോഴും വേറൊരാളുടെ സഹായം അല്ലെങ്കിൽ വേറൊരാളെനിക്ക് ധൈര്യം തരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ നിന്നത്. പക്ഷേ ഇപ്പൊ ലാസ്റ്റ് ടൈം ഒരാളെ മാരി ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യണം. കുറേ പേര് അയാളെ മാരി ചെയ്യാൻ നമ്മൾ പക്ഷെ ലാസ്റ്റ് ടൈം വിളിച്ചപ്പോഴാണ് എനിക്കൊരു പൊട്ടൻഷ്യൽ മനസ്സിലായത്. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം. ആദ്യം നമ്മളിപ്പോൾ എക്സാമിന് പോവുകയാണെങ്കിൽ ആ എക്സാമിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോഴ്സ് ചെയ്യാൻ ഇതിനെക്കുറിച്ചൊക്കെയാണ് എനിക്ക് പറയാൻ മനസ്സിലായത്. പിന്നെ ഷെയർ ചെയ്യുന്നതിനെ പറ്റി മനസ്സിലായി. Good. She made a good point. എൻ്റെ പേര് ദേവിക. ഞാൻ BSc Forestry ഫസ്റ്റ് ഇയർ പഠിക്കാം. ഞാൻ സത്യത്തിൽ എനിക്ക് സ്വന്തമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം സെൽഫ് കോൺഫിഡൻസ് വളരെ കുറവാണെന്നാണ്. എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പൊതുവേദിയിൽ ഏറ്റവും വലിയൊരു ഭാഗമാണ് സാർ. ഇനി എൻ്റെ ജീവിതത്തിൽ എപ്പോഴായാലും ഞാൻ സ്റ്റേജിൽ കയറും എന്ന് എൻ്റെ ഒരു പൊട്ടൻഷ്യൽ സത്യം എനിക്ക് മനസ്സിലായി. സാർ പറഞ്ഞത് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം, നമ്മൾ യൂസ്ലെസ് അല്ല, വി ആർ യൂസ്ലെസ്. അത് വളരെ ശ്രദ്ധയായിട്ട് എനിക്ക് തോന്നി. അത് മനസ്സ് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അതിന് മാത്രമാണ് എനിക്ക് അവിടെ കിട്ടുന്നത്. താങ്ക് യു സാർ. എൻ്റെ പേര് ജിജ. ഞാൻ സെക്കൻഡ് ഇയർ BSc സ്റ്റുഡൻ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ 10th വരെ പഠിച്ചിട്ടൊരു സ്വാമിമാരുടെ സ്കൂളാണ്. അപ്പോൾ അവിടെ ഇതേപോലെ സ്വാമിനെ ടോപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്ലാസ് കിട്ടിയപ്പോൾ എനിക്ക് സെയിം ആ ഞാൻ പണ്ട് പോയൊരു സ്ഥലമാണ് ചിന്തയാണ് കഴിഞ്ഞത്. 2005 2-3 വർഷമായിട്ട് ആ ഒരു പോയി മാക്സിമം പോയതായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ശരിക്കും സ്വാമി സംസാരിക്കുന്ന ആ രീതി തന്നെയായിരുന്നു സാധിക്കും. പിന്നെ ചിന്മയസ്വാമിയായ തൃശ്ശൂരാണ്. തൃശ്ശൂരുകാരനാണ് ചിന്മയസ്വാമി. ചിന്മയുടെ കസിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. UK കുറേ കാലം ഇംഗ്ലീഷ് പഠിച്ചിട്ട് പ്രൊഫസറാണ്.
ലിങ്കോൺ യൂണിവേഴ്സിറ്റി എന്ന് റിട്ടയർഡ് ആയിട്ട് കോഴിക്കോട് വളരെ ക്ലോസ് ആയിട്ട് കസിൻ. സോ ഹി കീപ്സ് സേയിങ് സംതിങ്. ചിന്മയസ്വാമി ആക്കിയത് ഏതൊരു പണം. അപ്പോൾ എനിക്കറിയാം ഇയാളുടെ ഡയറക്റ്റ് ഓപ്പോസിറ്റാണ്. പിന്നെ ഈ ക്ലാസ്സിൽ കുറെ പോയിന്റ്സ് ഇൻസ്പയറിംഗ് ആയതുകൊണ്ട് എല്ലാവരും പറഞ്ഞു. എനിക്ക് ഇതൊന്നൊരു കാമ്പ് കിട്ടിയെന്ന് പറയാൻ ഞാൻ ഒരു പാസ് ചെയ്ത് വെച്ചതാണ്. അപ്പം ആക്ച്വലി സാറിൻ്റെ ക്വാളിഫിക്കേഷൻസിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അത് പേര് വന്നൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാവരും മിക്കവാറും ആൾക്കാരറിയാം. അതാവരുത്. നമ്മൾ എവിടെ പോയിരുന്നാലും ആ സമയത്ത് ബി ഇൻ പ്രസന്റ്. പ്രസന്റ് ഇസ് എ പ്രസന്റ് ഗിവൻ ബൈ ഗോഡ്. എവിടെയും ശ്രദ്ധിക്കും, പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കും, അവിടെ ഇൻവോൾവ് ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സംഭവം. ഓക്കെ, അപ്പോഴേ നോളജ് കിട്ടും. എന്തെങ്കിലും ഒക്കെ കിട്ടാനുണ്ടാവും. ഗുഡ്. ഇത് ചിന്തയെ കുറിച്ചുള്ള നടക്കും പറ്റുമോ? എൻ്റെ പേര് സുബിന. ഞാൻ BSc സെക്കൻഡ് ഇയർ ആക്റ്റീവ് പഠിക്കുന്നു. പിന്നെ ഇപ്പം നോക്കുമ്പോൾ ഞാൻ ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ആർക്കും ഒന്നും കഴിയില്ലാത്ത പോലെയാണ്. അത് കുറേ കാലം ഞാൻ ഫിഫ്ത്ത് തൊട്ട് 12th വരെ സംസ്കൃതം പഠിച്ചതാണ്. പക്ഷെ ഇപ്പം സാറ് പറഞ്ഞിട്ട് ആ സംസ്കൃതം എനിക്ക് മനസ്സിലാവുന്നൊരവസ്ഥയാണ്. അപ്പം ഞാൻ ഇത്രയും കാലം എന്താ പഠിച്ചതെന്ന് ആലോചിക്കുകയാണ്. പിന്നെ സാർ ഒരുപാട് കാര്യങ്ങൾ കേട്ടല്ലേ? 5th മുതൽ 12th വരെ സംസ്കൃതം പഠിച്ച ശ്ലോകം പറയാം. അത് പറയാതെ ഏതെങ്കിലും ഒരു ശ്ലോകത്തിൽ ചെല്ലാം. ഹിമാലയോ നാമ നഗാതി രാജ പൂർവ ഇത് ഇന്ത്യയുടെ ഇത് പറയുന്നത് ബൗണ്ടറീസ് പറയുന്നത്. ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം സേവനമിതം ദേശം ഹിന്ദുസ്ഥാനം പ്രത്യക്ഷത്തിൽ. മേഘസന്ദേശം എന്താണ്? രക്ഷചക്രീ ജനകതനയ സ്നാനപുണ്യോപകേഷു കശ്ചിൽകം നാവിനഃ പൂർണ്ണസ്വാധികാരപ്രവത്ത ശാവേന സംഗമനമഹിമോ വർഷഭോഗേന ഋതുഃ. ഇത് കുരുവിടുന്നവരുടെ മേഘസന്ദേശത്തിന്റെ നല്ല ട്രാൻസ്ലേഷൻ ഉണ്ട്. ഇത്ര രസകരമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരാളല്ലേ കൊടുങ്ങല്ലൂരുകാരൻ. കണ്ണൂര് നമ്മുടെ നാട്ടേക്ക് കൊടുങ്ങല്ലൂർ തപ്പൊരു കുരുവിടുന്നവരുടെ ട്രാൻസ്ലേഷൻ പേരൊക്കും നീലകൃത്യം പിഴവിടയുകയാണ് സ്വഭാവങ്ങൾ പോയോ ലോകക്കന്തയെ വിട്ട് അതികഠിനപരാണത്തേക്കെഴും സ്വാമി ശാപാൽ. ഓരോരോ ചോരവൃക്ഷങ്ങളോട് അവനിഷ്ഠ സ്നാനസംശുദ്ധമാം തണ്ണീരോടും രാമഗിരിയാശ്രമനിരയിലടങ്ങിയിടാൻ യക്ഷനേകൻ. യക്ഷന്റെ കഥയാണ്. ഞാൻ തളിപ്പറമ്പിൽ നിന്നും ഒരു 20 കിലോമീറ്റർ ദൂരെ ചെറിയൊരു ഗ്രാമമുണ്ട്. അതിന്റെ പേരാണ്, എന്റെ വീട്ടിന്റെ പേരാണ് ജ്ഞാനം. JNAANAM. എന്റെ കാർഡിലുണ്ട് JNAANAM. ജ്ഞാനം. ജ്ഞാനം മീൻസ് നോളജ്. എന്റെ അമ്മയുടെ പേര് ജാനകി എന്നാണ്, അച്ഛന്റെ പേര് നാരായണൻ എന്നാണ്. ജ്ഞാനത്തിന്റെ എക്സ്പാൻഷൻ ജാനകി നാരായണൻ മെൻറ്ററിംഗ് എന്നാണ്. മെൻറ്ററിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ? So that's my house name. That's a mentoring place in memory of my father and mother. അത് ഞങ്ങളുടെ പഴയ തറവാടാണ്. ആ നാട്ടിലുള്ള ആ ഭാഗത്തുള്ള ഏറ്റവും പഴയ വീടാണ് എൻ്റെ. 200 വർഷം പഴക്കായി. ഒരു 50 കുട്ടികൾക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. സോ വെക്കേഷൻസ് പീപ്പിൾ കീപ് കമ്മിങ് ആൻഡ് ദെൻ സ്റ്റേയിങ്. 7 days ക്യാമ്പാണ്. അടുത്ത ക്യാമ്പ് കഴിഞ്ഞ ഒരു വർഷത്തിൽ 10 ക്യാമ്പുകൾ നടത്തി. ഒരു ക്യാമ്പ് കൊടുങ്ങല്ലൂർ നടത്തി, ഒരു ക്യാമ്പ് കോട്ടയം നടത്തി. അത് കഴിഞ്ഞിട്ടുള്ള 7 ക്യാമ്പുകൾ. ഈ വർഷം 10ാമത്തെ ക്യാമ്പാണ്. അവിടെ പീപ്പിൾ കം ആൻഡ് സ്റ്റേ വിത്ത് മീ ടു ലേൺ ലൈഫ് മെന്ററിംഗ് ആണ് ചെയ്യുന്നത്. ലേൺ ടു ലേൺ ടെക്നിക്സ് ആണ് ഇപ്പോൾ.
ആൻസറിന് ടെക്നിക്സിന് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഇവിടെ സാർ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും എന്നെ ഇൻസ്പയർ ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ലേൺ ബൈ ഹാർട്ട്. ഞാൻ ഇതുവരെ ബൈ ഹാർട്ട് കുറേ കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുകയാണ്. ചില കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി പഠിക്കും. ചിലത് ടഫാന്ന് വിചാരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എങ്ങനെയോ ശരിക്കും അത് ഞാൻ എങ്ങനെയോ അതിന് ചിലപ്പോൾ ഞാൻ വേർഡ്സിനെ സാറിപ്പോൾ പറഞ്ഞില്ലേ ഡിക്ഷണറി ഓരോ ബുക്സും ഞാൻ പണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഫസ്റ്റ് പേജ് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. കുറച്ചിട്ടിപ്പം അത് ഞാൻ താനെ നിർത്തി അവർ ചെയ്തപ്പോൾ സാറിനെ പറഞ്ഞാൽ ഓരോ ശരിക്കും ഞാൻ അങ്ങനെ ഡിഫറെൻ്റുള്ള വേർഡ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയോ ഞാൻ പഠിച്ചെടുത്തല്ലാണ്ട് ഞാൻ അതിൻ്റെ മീനിങ് ശരിക്കും ആ ടൈം എന്ന് പറയുന്നത് ഞാൻ ശരിക്കും പോവാം. അതിപ്പം നോക്കി ഇപ്പം സമയമില്ലാത്ത ഒരു സമയമാണല്ലോ, പിന്നെ ഇപ്പം അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ വിചാരിച്ചാണ് കുട്ടിയായിരുന്നത്. ഇതുവരെ ഞാൻ ശരിക്കും അതിൻ്റെ ഒരു മീനിങ് തന്നെ മനസ്സിലാക്കിയെന്ന് എനിക്കൊരു ശരിക്കും പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തൊട്ട് ഞാൻ ഒരു ചുരുക്കെടുത്തിട്ടാണ് എനിക്കും മനസ്സിലാക്കി തന്നെ. പ്രത്യേകിച്ച് ഞാൻ ഈ ഡിക്ഷണറി എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഡിക്ഷണറി എന്നാണ്. ശരിക്കും അത് യൂസ് ചെയ്തിരിക്കും. പിന്നെ കുറേ കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയുന്നത് ഞാൻ ലേണിംഗ് ആൻഡ് ഷെയറിങ്. ഞാൻ ലേൺ അത് പഠിക്കാൻ മാത്രമല്ലാണ്ട് കൂടുതൽ അത്രയും സമയം അവർക്കൂടി അത് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു. അത് ശരിക്കും സാറും താങ്ക്സ് സാറാണ്. ശരിക്കും ഞാനത് ഇതിൽ തൊട്ട് എന്തായാലും ഷെയർ ചെയ്ത് തന്നെ പഠിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ രാവിലെ ഉണർന്നാൽ ഉടനെ എഴുന്നേക്കുന്ന നൃത്തപ്പെടുന്നു, ഉണർന്നാൽ ഒട്ടന്നെ എഴുന്നേക്കുന്ന നൃത്തപ്പെടുന്നു. കുറച്ച് സമയം മടിച്ചു കിടക്കാറുണ്ടോ ഇല്ലയോ? ഇല്ലേ? നാളെ മുതൽ ആ സ്വഭാവം ഒന്ന് മാറ്റുമോ? നിങ്ങളുടെ സ്വഭാവം കരാഗ്രേ വസത്തെ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം. കരാഗ്രേ വസത്തെ ലക്ഷ്മി, നിങ്ങളുടെ കാശ് നിങ്ങളുടെ കയ്യിലാണ്. കരമധ്യേ സരസ്വതി, നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ശക്തി നിങ്ങളുടെ കയ്യിലാണ്. That's the most motivating sloka which we keep asking people to chant. എപ്പോ? എഴുന്നേറ്റൊട്ടനെ ഉണർന്നോട്ടനെ എഴുന്നേറ്റ്. എപ്പോ ഉണരും? 2 മണിക്കൂർ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉണർന്നിട്ടുണ്ടാവും. എന്തായാലും ഉണരും. കാരണം ബ്രഹ്മ വിളിക്കുന്ന സമയമാണ് ബ്രാഹ്മ മുഹൂർത്തം.